928 ദിവസം നീണ്ട ജനകീയ സഹന സമരം വിജയത്തിലേക്ക്. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ അടിപ്പാത അനുവദിച്ചതോടെ സമരം അവസാനിച്ചു. ചാലക്കുടിയിൽ ദേശീയപാത വികസനത്തിനിടയിൽ നിർമ്മിച്ച അശാസ്ത്രീയ ഖാനകൾ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി. മുരിങ്ങൂർ കോട്ടുമുറി പ്രദേശത്ത് മഴവെള്ളം വീടുകളിലേക്ക് കയറുന്നതോടെ നാട്ടുകാർ ദുരിതത്തിൽ. പാലക്കാട് ഒലവക്കോട് നടന്ന കാർ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നിർണായക വഴിത്തിരിവ്. തട്ടിയെടുത്ത ഇന്നോവ കാർ തൃശൂർ പുതുക്കാട് ചെങ്ങാലൂരിലെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. 928 ദിവസം നീണ്ട ജനകീയ സഹന സമരം വിജയത്തിലേക്ക്. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ അടിപ്പാത അനുവദിച്ചതോടെ സമരം അവസാനിച്ചു. ജനങ്ങളുടെ ദീർഘകാല ആവശ്യം അംഗീകരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് പ്രദേശം. ഒടുവിൽ വിജയചരിത്രം കുറിച്ച് കൊടുങ്ങല്ലൂരിന്റെ സഹന സമര ജനകീയ പോരാട്ടം സമാപിച്ചു. കൊടുങ്ങല്ലൂർ ബൈപ്പാസിലെ CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിച്ചതായി NHAI അധികൃതർ രേഖാമൂലം ഉറപ്പു നൽകിയതോടെയാണ് 928 ദിവസം നീണ്ടുനിന്ന പ്രത്യക്ഷ സമരത്തിന് അന്ത്യം കുറിച്ചത്. സഞ്ചാര സ്വാതന്ത്ര്യവും പൈതൃകപാത സംരക്ഷണവും ലക്ഷ്യമാക്കി നടത്തിയ ഈ ദീർഘകാല ജനകീയ പോരാട്ടം കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ സമരങ്ങളിൽ ഒന്നായി മാറി. തങ്ങളുടെ പരമ്പരാഗത പാത നിലനിർത്താൻ ഒരു കൂട്ടം സാധാരണ ജനങ്ങൾ നടത്തിയ നിശ്ചയദാർഢ്യവും സഹനശക്തിയും നിറഞ്ഞ പോരാട്ടമായിരുന്നു ഇത്. അനുവദിച്ച SBUP അടിപ്പാത ജനകീയ സമരത്തിന്റെ വിജയമാണെന്ന് കർമ്മസമിതി വിലയിരുത്തി. രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും നൽകിയ പിന്തുണയും ഈ വിജയത്തിലേക്ക് വഴിയൊരുക്കിയതായി നേതാക്കൾ വ്യക്തമാക്കി. ജനകീയ ആവശ്യത്തിനായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി സഹകരിച്ച കൊടുങ്ങല്ലൂരിലെ ജനങ്ങളോടും വിവിധ സംഘടനകളോടും മാധ്യമങ്ങളോടും കർമ്മസമിതി നന്ദി രേഖപ്പെടുത്തി. അടിപ്പാത അനുവദിച്ചതോടെ 928 ദിവസം നീണ്ട സമരത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടത്തിയ പൊതുസമ്മേളനത്തിൽ സമരഭടന്മാരെ ആദരിച്ചു. സമ്മേളനം സ്ഥലം MLAയും മന്ത്രിയുമായ OR ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. കർമ്മസമിതി ചെയർമാൻ RM പവിത്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ കൺവീനർ KK അൻസാർ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടിയിൽ ദേശീയപാത വികസനത്തിനിടയിൽ നിർമ്മിച്ച അശാസ്ത്രീയ ഖാനകൾ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി. മുരിങ്ങൂർ കോട്ടുമുറി പ്രദേശത്ത് മഴവെള്ളം വീടുകളിലേക്ക് കയറുന്നതോടെ നാട്ടുകാർ ദുരിതത്തിലാണ്. സ്ഥിരപരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധവും ഉയർത്തുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാനകളിലെ അശാസ്ത്രീയത മുരിങ്ങൂർ കോട്ടുമുറി പ്രദേശത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ രാത്രി പെയ്ത ശക്തമായ മഴയിൽ അടിപ്പാതയുടെ കവാടവും സർവീസ് റോഡും വെള്ളത്തിനടിയിലായി. ഇതോടെ പ്രദേശത്തെ മഴവെള്ളം നിയന്ത്രണം വിട്ട് സമീപത്തെ വീടുകളിലേക്ക് കയറുന്ന സാഹചര്യവും ഉണ്ടായി. മുരിങ്ങൂർ മുതൽ കോട്ടമുറി വരെയുള്ള 12 കുടുംബങ്ങളാണ് നിലവിൽ വെള്ളക്കെട്ടിന്റെ ദുരിതത്തിൽ കഴിയുന്നത്. ചെമ്പകശ്ശേരി, പുരുഷോത്തമൻ, ഹരിദാസ് എന്നിവരുടെ വീടുകളിലേക്കും വെള്ളം കയറിയതോടെ കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ രാത്രി മുഴുവൻ ഭീതിയിലായിരുന്നു. ചെറിയ മഴയിൽ പോലും പ്രദേശം വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ വരാനിരിക്കുന്ന ശക്തമായ കാലവർഷം വലിയ ആശങ്ക ഉയർത്തുകയാണ്. ഭൂമിയുടെ സ്വാഭാവിക ചരിവും ജലനിരപ്പും കണക്കിലെടുക്കാതെ കാനകൾ നിർമ്മിച്ചതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. മഴവെള്ളം ഒഴുകിപ്പോകേണ്ട സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമാകാതെ ജനവാസ മേഖലയിലേക്കാണ് വെള്ളം തിരിയുന്നതെന്നും അവർ പറയുന്നു. ദേശീയപാത വികസനത്തിന്റെ തുടക്കഘട്ടത്തിൽ തന്നെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും കാര്യമായ പരിഹാര നടപടികൾ ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പല സ്ഥലങ്ങളിലും പരിചയസമ്പന്നരായ എഞ്ചിനീയർമാരുടെയോ സൂപ്പർവൈസർമാരുടെയോ സാന്നിധ്യമില്ലെന്ന പരാതിയും നാട്ടുകാർ ഉയർത്തുന്നു. മുൻപ് നടന്ന കാലവർഷത്തിലും സമാനമായ വെള്ളക്കെട്ടുണ്ടായിരുന്നുവെങ്കിലും സ്ഥിരപരിഹാരമൊന്നും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. പ്രശ്നം രൂക്ഷമായപ്പോൾ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗങ്ങൾ ചേർന്നെങ്കിലും അവ പ്രായോഗിക പരിഹാരത്തിലേക്ക് എത്തുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വിഷയം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ദേശീയപാത ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് മേലൂർ പഞ്ചായത്ത് അംഗം AD സജി മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, ചാലക്കുടി. കനത്ത മഴ തുടരുന്നതിനിടയിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉയർന്നതോടെ മറ്റത്തൂരിൽ 9 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 2 സ്ഥലങ്ങളിലായി തുറന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഇപ്പോൾ കുടുംബങ്ങളെ താമസിപ്പിച്ചിരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മറ്റത്തൂർ പഞ്ചായത്തിൽ 9 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പഞ്ചായത്തിലെ 18-ാം വാർഡിലെ
ഇത്തൂപ്പാടം മലയോട് ചേർന്ന പ്രദേശത്ത് താമസിക്കുന്ന 5 കുടുംബങ്ങളെയാണ് ആദ്യം സുരക്ഷിതമായി മാറ്റിയത്. ഇവരെ മറ്റത്തൂർ GLP സ്കൂളിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് മാറ്റിയത്. 5 കുടുംബങ്ങളിലായി 15 പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. ഇവർക്കായി ഭക്ഷണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച ആരോഗ്യവകുപ്പ് സംഘവും ആശാപ്രവർത്തകരും ക്യാമ്പിലെത്തി മുഴുവൻ പേരുടെയും ആരോഗ്യ പരിശോധന നടത്തി. ഇതിനിടെ കാവനാട് പ്രദേശത്ത് നിന്ന് 4 കുടുംബങ്ങളെ കൂടി സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി കാവനാട് ഗ്രാമമന്ദിരത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ 14 പേരാണ് നിലവിൽ സുരക്ഷിത കേന്ദ്രത്തിൽ കഴിയുന്നത്. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. അധികൃതർ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. മീഡിയ ടൈം, കൊടകര. കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികരണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയില്ലെന്ന നിലപാട് സ്വീകരിച്ചവർക്ക് മറുപടിയായി പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ചെയ്യേണ്ട ഒരു സർക്കാർ വന്നിട്ടുണ്ട്. അത് ചെയ്യില്ല എന്ന് നിശ്ചയിച്ച ഒരു സർക്കാരിനെ നിർത്തിക്കൊണ്ട് പുതിയൊരു സർക്കാർ വന്നിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ BJPയുടെ പരിധിയിലുള്ള കാര്യങ്ങൾ. അവരാ കാശ് ബാങ്കിൽ അടയ്ക്കാൻ തയ്യാറ്. ബാങ്കിൽ അടയ്ക്കുന്ന നിമിഷം ഈ ഡെപ്പോസിറ്റേഴ്സും എല്ലാം അത് പങ്കുവെച്ച് കൊടുക്കേണ്ടി വരും. അത് കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു സർക്കാർ കൂടി. പാലക്കാട് ഒലവക്കോട് നടന്ന അത്യന്തം ഭീകരമായ കാർ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നിർണായക വഴിത്തിരിവ്. തട്ടിയെടുത്ത ഇന്നോവ കാർ തൃശൂർ പുതുക്കാട് ചെങ്ങാലൂരിലെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് നിന്ന് തട്ടിയെടുത്ത ഇന്നോവ കാർ തൃശൂർ പുതുക്കാട് ചെങ്ങാലൂർ മേഖലയിലെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ 5-ാം തീയതി രാവിലെ ഒലവക്കോട് പാലത്തിന് സമീപമാണ് സംഭവത്തിന്റെ തുടക്കം. കാറിലെത്തിയ 5 അംഗ സംഘമാണ് വാഹനം ആക്രമിച്ച് കവർന്നത്. മലപ്പുറം മഞ്ചേരി സ്വദേശി മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് തട്ടിയെടുത്തത്. മുനീറിന്റെ സഹോദരൻ ഷമീർ, സുഹൃത്തുക്കളായ മുഹമ്മദ് ഫാരിസ്, നിഖിൽ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഒലവക്കോട് പാലത്തിൽ വെച്ച് പ്രതികളുടെ കാർ ഇരച്ചെത്തി ഇടിച്ചതോടെ സംഭവം ആരംഭിച്ചു. തുടർന്ന് ഇരുമ്പുകമ്പി ഉപയോഗിച്ച് കാറിൽ ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ഡ്രൈവറുടെ കഴുത്തിൽ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നതിനിടെ ഡ്രൈവറും മുൻസീറ്റിൽ ഉണ്ടായിരുന്നയാളും രക്ഷപ്പെട്ടു. പിന്നാലെ 4 പേർ കാറിൽ കയറി ബാക്കി യാത്രക്കാരെ പിടികൂടുകയായിരുന്നു. മുഖത്ത് മുളക് സ്പ്രേ അടിച്ച് കവർച്ച നടത്തിയ സംഘം പണം എവിടെയാണെന്ന് ചോദിച്ച് മർദ്ദിക്കുകയും ചെയ്തു. പണമില്ലെന്നറിയിച്ചതോടെ ഇരുവരിൽ നിന്ന് 15,000 രൂപയും 2 ഐഫോണുകളും തട്ടിയെടുത്തു. പിന്നീട് ഇവരെ 2 ഇടങ്ങളിലായി ഇറക്കിവിട്ട ശേഷം സംഘം കടന്നുകളയുകയായിരുന്നു. കാർ പിന്നീട് പുതുക്കാട് ചെങ്ങാലൂർ വളഞ്ഞുപാടത്തെ റബ്ബർ തോട്ടത്തിൽ സീറ്റുകൾ ഉൾപ്പെടെ കീറിമുറിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ SHO ദാസിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട 4 പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ദേശീയപാത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുഴൽപ്പണ സംഘമാണ് പിന്നിലെന്ന സംശയവും പോലീസ് ഉയർത്തുന്നു. കാർ പുതുക്കാട് മേഖലയിലേക്ക് എത്തിയത് എങ്ങനെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണ്. മീഡിയ ടൈം, തൃശൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള ചക്കാംപറമ്പ് വിജ്ഞാനദായിനി സഭ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജനീഷിന് സ്വീകരണം നൽകി. മാള SNDP യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. വിജ്ഞാനദായിനി സഭ പ്രസിഡന്റ് ഡോക്ടർ CD പ്രകാശ് അധ്യക്ഷത വഹിച്ചു. മന്ത്രി OJ ജനീഷ് മുഖ്യാതിഥിയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്തും ഒരു 10-14 ദിവസം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പോയി. നമ്മളിതുവരെ കാണാത്ത ആളുകൾ, ഇതുവരെ കാണാത്ത വഴികൾ, ഇതുവരെ കാണാത്ത സ്ഥലങ്ങൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ വ്യക്തികളും സ്ഥാപനങ്ങളുമായി ഒരുപാടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ടുള്ള സമയത്ത് മനസ്സിലാക്കിയത് ആദ്യത്തെ 1 മാസം കൊണ്ട് തന്നെ അന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു പോയതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പോയി എല്ലാവരും നന്ദി പറയുന്നത്, എല്ലാവരെയും കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് നൽകിയിട്ടുള്ളൂ. എനിക്ക് പിന്നെ മനസ്സിലായത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഓട്ടത്തിൽ ഓടുന്നത് പോലെ കഴിഞ്ഞിട്ടൊരു ഓട്ടത്തിൽ അങ്ങനെ ഓടിച്ചെന്നെത്താൻ പറ്റില്ല എന്ന് കുറച്ച് മനസ്സിലായി.
ചടങ്ങിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുനിത സജീവൻ, PK രാധാകൃഷ്ണൻ, KC മനോജ്, ഔസേപ്പച്ചൻ ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം കമ്മിറ്റി ചെയർമാൻ TK ജിനേഷ്, ബ്ലോക്ക് മെമ്പർ ബിന്ദു റപ്പായി, TP ബാലകൃഷ്ണൻ, TK ഗോപി, ജിഷ ജോഫി എന്നിവരെ ആദരിച്ചു. SN ട്രസ്റ്റ് സെക്രട്ടറി PK സാബു, വിവിധ SNDP ശാഖ പ്രസിഡന്റുമാരായ ശ്രീലത സിജു, PK വത്സൻ, CV ഷാനവാസ്, VD സഭ ജനറൽ സെക്രട്ടറി TP ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ആവേശമുയർത്തി പുത്തഞ്ചിറയിലെ TK സുരേഷ് ബാബു മെമ്മോറിയൽ സ്പോർട്സ് അക്കാദമി പുത്തഞ്ചിറ വേൾഡ് കപ്പ് 2026 സംഘടിപ്പിച്ചു. വിവിധ ആരാധകരുടെ നേതൃത്വത്തിൽ ടീം അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് എന്നിവർ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ടീം ബ്രസീൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി കപ്പ് നേടി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് അധ്യക്ഷൻ TS ഷാജു കപ്പ് വിജയികൾക്ക് സമ്മാനിച്ചു. സ്പോർട്സ് അക്കാദമി സെക്രട്ടറി നൌഫാൽ, നൌഷാദ്, രാഗിൽ, ഗോപാൽ, ദീപക് വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തൂമ്പാക്കോട് അന്ത്രക്കാംപാടം ചാക്കോ മാസ്റ്റർ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ചിത്രശില്പ നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിപ്സി ജെയിംസ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രശസ്ത വിഷ്വൽ ആർട്ടിസ്റ്റായിരുന്ന ജോണി മിഖായലിന്റെ അനുസ്മരണാർത്ഥമാണ് ബാലവേദികൾക്ക് വേണ്ടിയുള്ള കലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. വായനശാല പ്രസിഡന്റ് ജെനിഷ് P. ജോസ് അധ്യക്ഷത വഹിച്ചു. പരിയാരം വായനശാല സെക്രട്ടറി ജോണി മിഖായൽ അനുസ്മരണം നടത്തി. ചിത്രശില്പ നാടക പരിശീലകരായ സുരേഷ് മുട്ടത്തി, പ്രമോദ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ക്യാമ്പ് നയിച്ചു. ചാലക്കുടി കുട്ടാടൻപാടം പ്രദേശത്തെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിയന്തരമായി ഇടപെടണമെന്ന് കൂടപ്പുഴ ഈസ്റ്റ് അവന്യൂ റെസിസ്റ്റന്റ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു. കൂടപ്പുഴ ഈസ്റ്റ് അവന്യൂവിൽ നടത്തിയ യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡേവിസ് പടമാടൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ 13-ാം വാർഡിൽ തുടർച്ചയായി 2ാം തവണയും കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സൂസി സുനിലിനെ ആദരിച്ചു. ക്രാഫ്റ്റ് പ്രസിഡന്റ് പോൾ പാറയിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്കുകളിൽ നിന്നും വിജയിച്ച നിയമസഭാ പ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. മന്ത്രി OJ ജെനീഷ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PD പോൾ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ, സനീഷ് കുമാർ ജോസഫ് എന്നിവരെ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ആദരിച്ചു. ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, TC ജോയ്, ജോൺസൺ മാത്തള, വേണുഗോപാൽ, എലിസബത്ത് റാണി, ജോൺസൺ കോമ്പാറക്കാരൻ, ബെൻസൺ ചാലക്കുടി, കുഞ്ഞു മുഹമ്മദ്, രാമാനുജൻ, അയ്യപ്പൻ ആങ്കാരത്ത്, KK പങ്കജാഷൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ ഇത്തുപാടത്ത് നിയന്ത്രണം വിട്ട കാർ നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലും റോഡരികിലും മതിലിലും ഇടിച്ചു. കഴിഞ്ഞ രാത്രി 9-ഓടെയാണ് അപകടം. നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ ഇടിച്ച ശേഷം സമീപത്തെ മതിൽ തകർത്താണ് നിന്നത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയും മതിലിടിച്ച മതിൽ ഭാഗികമായും തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 928 ദിവസം നീണ്ട ജനകീയ സഹന സമരം വിജയത്തിലേക്ക്. കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ അടിപ്പാത അനുവദിച്ചതോടെ സമരം അവസാനിച്ചു. ചാലക്കുടിയിൽ ദേശീയപാത വികസനത്തിനിടയിൽ നിർമ്മിച്ച അശാസ്ത്രീയ ഖാനകൾ ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി പരാതി. മുരിങ്ങൂർ കോട്ടമുറി പ്രദേശത്ത് മഴവെള്ളം വീടുകളിലേക്ക് കയറുന്നതോടെ നാട്ടുകാർ ദുരിതത്തിൽ. പാലക്കാട് ഒലവക്കോട് നടന്ന കാർ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ നിർണായക വഴിത്തിരിവ്. തട്ടിയെടുത്ത ഇന്നോവ കാർ തൃശൂർ പുതുക്കാട് ചെങ്ങാലൂരിലെ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.